അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 7 തസ്കിയത്തുൽ വിൽദാനി വ തജ്വീദുൽ ഖുർആൻ 2 സബ്ജക്റ്റിൻ്റെ ആനുവൽ എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്കറിയാം, ഈ 2 സബ്ജക്റ്റും നമുക്ക് ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് കൊടുക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. മുന്നാ ഷാഹിൽ മദ്രസ വേൾഡ് ഇതെൻ്റെ സെക്കൻഡ് ചാനലാണ്. ഈ ചാനലിൽ എൻ്റെ ഉമ്മയാണ് ക്ലാസ് നടത്തുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് മുന്നാ ഷാഹിൽ ഇഡിയുവിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ ചാനലിൻ്റെ വീഡിയോസിൽ വന്ന് കമൻറ്റ് ചെയ്യുക. കാരണം നമ്മുടെ ചാനലിൽ കമൻറ്റ് സൗകര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ചാനൽ കിഡ്സ് ചാനലാണ്. അപ്പോൾ കൂട്ടുകാർക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഈ ചാനലിൻ്റെ വീഡിയോൻ്റെ താഴെയുള്ള കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഈ ചാനൽക്കും നൽകുക. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം ചരിത്രത്തിൻ്റെ കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ചരിത്രത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. വൽ ഇൽമു യൂതാ വലാ യഅതി. ഇത് പറഞ്ഞത് ഓപ്ഷൻസ് ഹാറൂനുർ റഷീദ്, അമീൻ മഅ്മൂൻ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ചരിത്രം ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. 2. സൂറത്തുൽ ഇഖ്ലാസിൻ്റെ മറ്റൊരു പേര് ഓപ്ഷൻസ് അൽ അഹദ്, അസ്സമദ്, അൽ ബലദ്. ചരിത്രം അസ്സമദ്. 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ എത്തിയ മാസം ഓപ്ഷൻസ് റബീഉൽ അവ്വൽ, മുഹറം, റമളാൻ. ചരിത്രം റബീഉൽ അവ്വൽ. 4. യാത്ര എന്നാണ് അർത്ഥം ഓപ്ഷൻസ് റുഖ്സ, ത്വായിറ, റിഹല. ചരിത്രം റിഹല. 5. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത് ഏത് ലിപി ഓപ്ഷൻസ് ഖത്തുൽ കൂഫി, ഖത്തുൽ നസ്ഖ്, ഖത്തുൽ സുലുസ്. ചരിത്രം ഖത്തുൽ കൂഫി. 6. അല്ലുനൂന എന്നതിൽ റസ്മുൽ ഉസ്മാനിയുടെ നിയമം ഓപ്ഷൻസ് അൽ ബദൽ, അസ്സിയാദ, അൽ ഹദ്ഫ്. ചരിത്രം അസ്സിയാദ. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ രണ്ടാമത്തെ പ്രവർത്തനം ചേറുംപടി ചേർക്കുക. 1. ഇത്തഖില്ലാഹ. 2. ഇസ്ഹദ് ഫി ദുനിയ. 3. വഷ്ദുദ് യദൈക. 4. ലാ തളഉ ഷൈആ. 5. വസ്ഹദ് ഫീമാ ഇൻദന്നാസ്. ഇപ്പുറത്ത് നോക്കുകയെ യുഹിബ്ബുക്കല്ലാ, ബി റഫഅഹുല്ലാ, സി യുഹിബ്ബുക്കന്നാസ്, ഡി ബിഹബ്ലില്ലാ, ഈ ഹൈസുമാ കുന്ത. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിൻ്റെ ലെറ്റർ അതിന് നേരെ എഴുതണം. 1. ഇത്തഖില്ല. ചരിത്രം ഇ ഹൈസുമാ കുന്ത. 2. ഇസ്ഹദ് ഫി ദുനിയ. ചരിത്രം എ യുഹിബ്ബുക്കല്ലാ. 3. വഷ്ദുദ് യദൈക. ചരിത്രം ഡി ബിഹബ്ലില്ലാ. 4. ലാ തളഉ ഷൈആ. ചരിത്രം ബി റഫഅഹുല്ലാ. 5. വസ്ഹദ് ഫീമാ ഇൻദന്നാസ്. ചരിത്രം സി യുഹിബ്ബുക്കന്നാസ്. ഇ എ ഡി ബി സി. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ മൂന്നാമത്തെ പ്രവർത്തനം വിട്ട ഭാഗം പൂരിപ്പിക്കുക. 1. സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിൻ്റെ ഡാഷിന് സമാനമാണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 1/3. സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിൻ്റെ 1/3 സമാനമാണ്. 2. നുബുവത്തിൻ്റെ ഡാഷാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തി. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 13. നുബുവത്തിൻ്റെ 13 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തി. 3. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രസിദ്ധ ഹദീസ് ഗ്രന്ഥമാണ് ഡാഷ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് അൽ മുഅത്ത. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രസിദ്ധ ഹദീസ് ഗ്രന്ഥമാണ് അൽ മുഅത്ത. 4. മദീനയിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഡാഷുടെ വീട്ടിൽ താമസിച്ചു. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു. മദീനയിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ താമസിച്ചു. 5. ഉൻലുർ കൈഫ എന്നതിലെ ഹംസത്തുൽ വസ്ലിന്
ഡാഷ് നൽകി ഓതണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ലൊമ്മ. ഉൻലുർ കൈഫ എന്നതിൽ ഹംസത്തുൽ വസ്ലിന് ലൊമ്മ നൽകി ഓതണം. 6. ലാ തഅമന്ന എന്നതിലെ നൂനിന് മേൽ ഡാഷ് ചെയ്ത് ഓതണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഇഷ്മാം. ലാ തഅമന്ന എന്നതിലെ നൂനിന് മേൽ ഇഷ്മാം ചെയ്ത് ഓതണം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 4ാമത്തെ പ്രവർത്തനം, ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 1. വിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾ എത്ര? ഉത്തരം 114. 2. ഒരു മുസ്ലിം എല്ലാ ദിവസവും ഫാത്തിഹ നിർബന്ധമാക്കി എത്ര തവണ ഓതണം? ഉത്തരം 17 തവണ. 3. സൂറത്തുൽ മുൽക്കിലെ ആയത്തുകൾ എത്ര? ഉത്തരം 30 ആയത്തുകൾ. 4. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ തേൾകുത്തി എത്ര തവണ? ഉത്തരം 16 തവണ. 5. ഷേഖ് അബുൽ ഫതഹിൽ ബുസ്തി റളിയല്ലാഹു അൻഹു ഏത് കാലഘട്ടത്തിലെ കവിയാണ്? ഉത്തരം അബ്ബാസിയ കാലഘട്ടത്തിലെ. 6. 1,00,000 തവണ ഓതിയാൽ അതാഖത്തും മിനന്നാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ സൂറത്ത് ഏത്? ഉത്തരം സൂറത്തുൽ ഇഖ്ലാസ്. 5. ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. 1. സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു തആല എളുപ്പമാക്കും. ആർക്ക്? ഉത്തരം ഇൽമിന്റെ വഴിയിൽ പ്രവേശിച്ചവർക്ക്. 2. ഉമ്മു അയ്യൂബും ഭർത്താവും രാത്രി ഉറക്കമൊഴിച്ചിരുന്നു. കാരണം? ഉത്തരം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുകളിലായി എന്ന പരിഭ്രാന്തിയായിരുന്നു അതിന് കാരണം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താഴത്തെ നിലയിലും അവർ മുകളിലത്തെ നിലയിലുമായി എന്നതാണ്. 3. ദഅഇത്തകാസുല ഫിൽ ഖൈറാത്തി തത്ലുബുഹ ഫലൈസ യസ്അദു ബിൽ ഖൈറാത്തി കസ്ലാൻ. സാരമെഴുതുക. ഉത്തരം നീ തേടിക്കൊണ്ടിരിക്കുന്ന നന്മകൾ കൈവരിക്കുന്നതിൽ മടി ഒഴിവാക്കുക. കാരണം അലസനായ മനുഷ്യൻ നന്മ കൊണ്ട് സൗഭാഗ്യവാനാവുകയില്ല. 4. ഞാൻ നാളെ വീട്ടിലേക്ക് മടങ്ങും. അറബിയിലേക്ക് വിവർത്തനം ചെയ്യുക. ഉത്തരം സഅർജിഉ ഇലൽ ബൈത്തി ഗദാ. 5. ഖത്തുൻ നസ്ഖിന്റെ ഒരു മഹത്വം എഴുതുക. ഉത്തരം എഴുതാനും വായിക്കാനും വളരെ എളുപ്പമുള്ളതാണ് ഖത്തുൻ നസ്ഖ്. ലോകത്ത് ബഹുഭൂരിഭാഗം രാജ്യങ്ങളിലും പരിശുദ്ധ ഖുർആൻ, ഹദീസ് ഗ്രന്ഥങ്ങൾ, മറ്റു അറബി പ്രസിദ്ധീകരണങ്ങൾ എന്നിവ ഖത്തുൻ നസ്ഖിലാണ്. 6. അൽ റിബ എന്നതിൽ റസ്മുൽ ഉസ്മാനിയുടെ നിയമമെന്ത്? ഉത്തരം അൽ ബദൽ, ഒരക്ഷരത്തിനു പകരം മറ്റൊരക്ഷരം എഴുതൽ. 7. ഹംസത്തുൽ വസ്ൽ എന്നാൽ എന്ത്? ഒരു ഉദാഹരണം. ഉത്തരം ചേർത്തി ഓതുമ്പോൾ വായിക്കാത്തതും തുടക്കത്തിൽ മാത്രം വായിക്കുന്നതുമായ ഹംസയാണ് ഹംസത്തുൽ വസ്ൽ. ഉദാഹരണം ഉൻലുർ കൈഫ. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 6ാമത്തെ പ്രവർത്തനം, കുറിപ്പെഴുതുക. 5 വരിയിൽ കുറയരുത്. 1. സൂറത്തുൽ ഇഖ്ലാസ് അവതരണ പശ്ചാത്തലം. അപ്പം നോക്കൂ, ഖുറൈശികൾ അവരുടെ കൈകളാൽ നിർമ്മിക്കപ്പെട്ട ബിംബങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു. അവരുടെ ആവശ്യങ്ങൾക്ക് അവയോട് പ്രാർത്ഥിക്കും. ആഘോഷങ്ങളിൽ അവയ്ക്ക് വേണ്ടി അറവ് നടത്തും. അപ്പോൾ അവയെ ആരാധിക്കുന്നതിലുള്ള വിവരക്കേടിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെളിപ്പെടുത്തി. അവയോട് പ്രാർത്ഥിക്കുന്നതിലുള്ള വിഡ്ഢിത്തത്തെയും. അപ്പോൾ അവർ നബിയുടെ റബ്ബിന്റെ വിശേഷണങ്ങളെക്കുറിച്ചും ആരാധ്യന്റെ തറവാടിനെ കുറിച്ചും ചോദിച്ചു. അബുൽ ആലിയ റളിയല്ലാഹു അൻഹു എന്നവർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിങ്ങളുടെ ആരാധ്യനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അവർ നിന്റെ റബ്ബിന്റെ തറവാട് പറഞ്ഞു തരൂ എന്നാവശ്യപ്പെട്ടു. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം ഈ സൂറത്തുമായി പ്രത്യക്ഷപ്പെട്ടു. 2. ഖുർആനിലെ മഹത്വമുള്ള ചില സൂറത്തുകൾ. അപ്പം നോക്കൂ. 1. സൂറത്തുൽ ഫാത്തിഹ. 2. സൂറത്തു യാസീൻ. 3. സൂറത്തുൽ മുൽക്ക്. 4. സൂറത്തുൽ വാഖിഅ. 5. ആയത്തുൽ കുർസി. 6. സൂറത്തുൽ ബഖറയിലെ 2 ആയത്തുകൾ. ആ 2 ആയത്തുകൾ ആമന റസൂൽ.
നമ്മോട് ചോദിച്ചിരിക്കുന്നത് മഹത്വമുള്ള സൂറത്തുകൾ മാത്രമാണ്. അതിൻ്റെ കാരണങ്ങൾ, വിശദീകരണങ്ങൾ ചോദിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് നോക്കാം. 1. സൂറത്തുൽ ഫാത്തിഹ. വിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളുടെയും ഉമ്മുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. 2. സൂറത്തു യാസീൻ. ഒരു തവണ പാരായണം ചെയ്താൽ 10 തവണ ഖത്തം ചെയ്ത് പ്രതിഫലം ലഭിക്കുന്ന ഒരു സൂറത്തുണ്ട് ഖുർആനിൽ. ഖുർആനിൻ്റെ ഹൃദയം, ഖൽബുൽ ഖുർആൻ എന്നാണ് അതിൻ്റെ സ്ഥാനപ്പേര്. ആ സൂറത്താണ് സൂറത്തു യാസീൻ. 3. സൂറത്തുൽ മുൽക്ക്. ഒരാളുടെ ദോഷങ്ങൾ പൊറുക്കുന്നതുവരെ ശഫാഅത്ത് ചെയ്യുന്ന സൂറത്താണത്. ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന മുൻജിയ, മാനിയ എന്നെല്ലാം അതിന് പേരുകളുണ്ട്. ആ സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. 4. സൂറത്തുൽ വാഖിഅ. സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുന്നവന് ഒരിക്കലും ദാരിദ്ര്യം പിടിപ്പെടില്ല എന്ന ഹദീസിലുണ്ട്. ഖുർആനിലെ 6000-ൽ പരം വരുന്ന ആയത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ് ആയത്തുൽ കുർസി. സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ ആമനർ റസൂൽ രാത്രിയിൽ പാരായണം ചെയ്താൽ പുലരുവോളം സുന്നത്ത് നിസ്കരിക്കുന്നതിനോ രാത്രിയിലെ എല്ലാവിധ ഷർറുകളിൽ നിന്നുള്ള രക്ഷയ്ക്കോ അത് തന്നെ മതി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്പെട്ടില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.